ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ദുസ് വേൾഡ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൺഡേ ജൂൺ 22 എടുത്ത വീഡിയോ ആണ് കേട്ടോ. എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനും വൈകിയത് വേറൊന്നും കണ്ടല്ല, പനിയായിരുന്നു. ഒരാഴ്ചയായിട്ട് ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ അപ്പം ഞാനും അപ്പൂട്ടനും കൂടി ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ. അന്നക്കുട്ടി ശ്രീയുടെ കയ്യിലാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ഷോപ്പിംഗ് ഡേ ആണ്. എങ്ങനെയെങ്കിലും ഉച്ചയ്ക്ക് മുന്നേ ഇറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്, നടക്കുകയില്ലെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനും ശ്രീയും കൂടിയാണ് ഷോപ്പിങ്ങിന് പോകുന്നത്. ഒരു ബിഗ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും പനീർ കറിയായിരുന്നു. ഞാൻ ഈ 22 ഒരു ഓട്ട കിച്ചണിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഷോർട്സ്. അപ്പോൾ അതിൽ ഞാൻ ഈ കഴിക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഞാൻ ഫിനിഷ് ചെയ്തു. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് റെഡിയായി പോകാനും പറ്റത്തില്ല, ജോലിയുണ്ട്. ഇപ്പോൾ പാത്രമൊക്കെ കഴുകി ഒതുക്കിയിട്ട് വേണം പോകാൻ. കാരണം പാത്രം കഴിയുന്ന ആൻറ്റി ഇപ്പോൾ കുറച്ച് നാളായിട്ട് വരുന്നില്ല. ആൻറ്റിക്ക് കൈക്കൊരു ഹോട്ടലൊക്കെ ആയിട്ട് കുറേ നാളായിട്ട് വരുന്നില്ല. അപ്പം എല്ലാം ഒതുക്കി വെച്ചിട്ട് പോയില്ലെങ്കിൽ പിന്നെ പോയിട്ട് വന്നിട്ട് കിടന്ന് ജോലി ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര ക്ഷീണമായിരിക്കും പോയിട്ട് വരും. മാത്രമല്ല എപ്പോൾ പോയിട്ടെത്തും എന്നറിയില്ല. ഒരു 11 മണിക്ക് ഞങ്ങൾ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. ഏകദേശം കാപ്പി കഴിച്ച് എഴുന്നേറ്റപ്പോൾ തന്നെ 11 മണിയായി. ഇനി പാത്രം കഴുകി ഒതുക്കണം, പിന്നെ അന്നക്കുട്ടിക്ക് ഫുഡ് കൊടുക്കണം, കുളിക്കണം. എപ്പോൾ ഇറങ്ങും ഒരു പിടിയില്ല. നല്ല ലേറ്റായി. ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിഗ് ഷോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അത്രയും സമയം എടുക്കും. അപ്പോൾ ഏകദേശം എന്തെങ്കിലും പാത്രമൊക്കെ കഴുകി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഈ ഒരു ഉച്ച ടൈമിൽ ഞാൻ കൊടുക്കുന്ന എപ്പോഴും ഒരു പുഴുങ്ങിയ മുട്ടയാണ് കേട്ടോ. കാരണം പുഴുങ്ങിയ മുട്ട ഒരു 8 മന്ത്സ് തൊട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് നടക്കുന്നത് നിൽക്കുന്നത് ഇനി ആ ഒരു സ്റ്റേജാണല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റ് അതിന് ഒരു സ്ട്രെങ്ത്ത്, ബോണിനൊക്കെ സ്ട്രെങ്ത്തും പിന്നെ പല്ലൊക്കെ വരാനും ഒക്കെ കാൽഷ്യം ഡെപ്പോസിറ്റിൻ്റെ ആവശ്യമുണ്ട്. അപ്പം ഡെയിലി ഒരു മുട്ട കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ് യൂഷ്വൽ തുപ്പുന്ന പരിപാടികളൊക്കെ ഉണ്ട്, അത് ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. അപ്പം ഞാൻ ഫുഡ് കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ മേലെ കഴുകാൻ പോകാൻ കേട്ടോ. തല ഒളിക്കാമല്ലോ, ഞാൻ പുറത്ത് പോകുമ്പോൾ തല ഒളിച്ച് ആകെ ഒട്ടിപ്പിടിച്ച് കിടക്കും. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനും ശ്രീയും അന്നക്കുട്ടിയും അപ്പച്ചേട്ടനൊക്കെ ആയിട്ട് 2 റീലൊക്കെ എടുത്തു. അത് ഞാൻ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെഡിയായി. 1 മണിക്കൂർ ഈ 2 റീലും കൂടെ എടുത്തു കഴിഞ്ഞ് ഏകദേശം 3 മണിയൊക്കെ ആയി കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ അപ്പൂട്ടിനെ അന്നക്കുട്ടിയും കൊണ്ടുപോകുന്നില്ല. കാരണം ഞങ്ങൾക്ക് തന്നെ സാധനങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറ്റുമില്ലെന്ന് അറിയില്ല. അന്നക്കുട്ടീനെ ഇങ്ങനെ അന്തം വിട്ട് നോക്കുകയാണ്, എന്നെ കൊണ്ടുപോകുന്നില്ലേ എന്നുള്ള രീതിക്ക്. അങ്ങനെ ഞങ്ങൾ ഏകദേശം 3 മണിയപ്പോൾ ഇറങ്ങുന്ന സമയത്ത് മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ എന്തോ ദൈവം സഹായിച്ച് മഴയൊന്നും പെയ്തില്ല. ഞങ്ങൾ നേരെ പോയത് പാവങ്ങളുടെ ലുലു മോളിലേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കാതെ എന്താ പാവങ്ങളുടെ ലുലു മോളിൽ നിന്ന് രാമചന്ദ്രനാണ്. ട്രിവാൻഡ്രത്തുള്ളവർക്ക് അത് മനസ്സിലാവും. കാരണം അത്രയും നമുക്ക് അഫോർഡബിളായിട്ട് വെറൈറ്റി സാധനങ്ങളും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് രാമചന്ദ്രൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളൂർ രാമചന്ദ്രനെക്കാട്ടി കുറച്ചുകൂടെ കളക്ഷൻ കൂടുതൽ എനിക്ക് തോന്നുന്നു അത് അട്ടക്കുളങ്ങര രാമചന്ദ്രനിൽ തന്നെയാണുള്ളത്. എനിക്ക് 2 കാര്യങ്ങളാണ് കേട്ടോ ഉള്ളത്. ഒന്ന്, കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറേയേറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം. പിന്നെ ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്, അപ്പോൾ അതിന് ഡ്രസ് മെറ്റീരിയൽ എടുക്കണം. ഞങ്ങൾ മോഡൽ ഓൺലൈൻ കണ്ടിട്ട് പ്രൈസ് ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ശ്രീഹ ബൊട്ടിയിൽ കൊടുത്ത് നമ്മുടെ പ്രിയ ചേച്ചിയുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. മെറ്റീരിയൽ നോക്കിയിട്ട് ഞങ്ങൾക്ക് ആ മെറ്റീരിയലൊന്നും കിട്ടി, ഞങ്ങൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ആ ശ്രമം ഞങ്ങൾ ഉപേക്ഷിച്ച് നേരെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സെക്ഷനിലേക്ക് ഞങ്ങൾ പോയി. ശ്രീയെ കൂടെ കൊണ്ടുപോയുള്ള ഗുണം, ശ്രീയാണ് ഞങ്ങളുടെ വീട്ടിലെ ഫിനാൻസ് മിനിസ്റ്റർ. നമുക്ക് എങ്ങനെയൊക്കെ എന്തൊക്കെ ചിലവ് ചുരുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന ശ്രീ. നമ്മൾ ഈ മന്ത് മാർജിൻ ഫ്രീ പോകുമ്പോൾ 4000 രൂപ ചിലവായാലും അടുത്ത മാസം അതെങ്ങനെ 3500 ആക്കാം നമ്മൾ എന്തായാലും നോക്കും. നമ്മളത് കണ്ടുപിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ പാത്രം എടുക്കുമ്പോൾ റിമേ നിനക്ക് ആവശ്യമില്ല, അതവിടെ വെച്ചേക്ക്, ഇത് അനാവശ്യ ചിലവാണ്, അതോടെ വെച്ചേക്കെന്ന് പറയും. അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് പോകുന്നത് അതുകൊണ്ടാണ്. ഈ പാത്രമൊക്കെ ഞാൻ അവിടെ തിരിച്ച് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി വില കുറഞ്ഞ് ക്വാളിറ്റി ഇല്ല അങ്ങനെ എടുക്കുന്നതല്ല, എന്നാൽ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള പ്രോഡക്ട്സ് നമുക്കവിടെ കിട്ടും. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും തപ്പിയെടുത്തിട്ട് അവൾക്കൊരു ചോറ് പാത്രം സ്കൂളിൽ കൊണ്ടുപോകാൻ വാങ്ങണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അവൾ നോക്കുകയാണ്. അവൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലും അവളത് മാക്സിമം ഒഴിവാക്കും. അടുത്ത പ്രാവശ്യം എടുക്കാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. അങ്ങനെയാണ് അവൾ ഈ ഓർഗനൈസറും നോക്കുന്നത്. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അമ്മയായിട്ട് വരുമ്പോൾ വാങ്ങാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിർബന്ധിച്ചത് എടുപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വലിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ അടുത്തൊരു വ്ളോഗായിട്ട് കാണിക്കാം കേട്ടോ. അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. എന്നിട്ട് ബില്ലൊക്കെ അടിച്ചു. ബില്ലടിച്ചിട്ട് നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോയി കേട്ടോ. അത്രയ്ക്ക് വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ചില്ലി ചിക്കൻ പ്ലസ് ചിക്കൻ ഫ്രൈഡ് റൈസ് കോംബോയും ഞാനൊരു മാംഗോ ജ്യൂസും അവളൊരു വാട്ടർമെലൺ ജ്യൂസും ആണ് കേട്ടോ. ശരിക്കും അത്രയ്ക്ക് ഞങ്ങൾ തളർന്നു. കാരണം ഉച്ചയ്ക്ക് കുറച്ച് റൈസ് കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാരണം അന്ന് മുട്ടച്ചോറാണ് അമ്മ വെച്ചത്. അപ്പോൾ കുറച്ചേ കഴിച്ചുള്ളൂ. വെറും 2 സ്പൂൺ കഴിച്ചോണ്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി സാധനങ്ങൾ കാറ് കയറ്റി വിടണം. അപ്പോൾ കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് ഫാൻസിയിൽ കയറി ഒന്ന് അരിച്ച് പെറുക്കി കേട്ടോ. അവിടുത്തെ തന്നെ എനിക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യണമായിരുന്നു. പക്ഷേ എനിക്ക് അത്രയും ഞാൻ പ്രതീക്ഷിച്ച അത്രയും സാധനങ്ങളൊന്നും കിട്ടിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ വെഗിളി പിടിച്ചണൊക്കെ എല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് സമയം കളയാനായിട്ട് കുറേ നേരം അവിടെ നിന്നു. എന്നിട്ടും കാർ എത്തിയില്ല. പിന്നെ കുറേ നേരം അവിടുത്തെ ചെയർ ഇട്ടിരുന്നു, അവിടെ പോയിരുന്നു കുറേ നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്ത് കയറ്റി വിട്ടതിന് ശേഷം ഏകദേശം ഒരു 7 മണിയായിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്കിനി ഞങ്ങളുടെ മെയിൻ ഉദ്ദേശത്തിലെ കിച്ചൺ ഐറ്റംസ് എല്ലാം ഞങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾക്കിനി ഡ്രസ് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരെ പഴവങ്ങാടി അവിടെയുള്ള സൂററ്റിലേക്കാണ് കേട്ടോ പോയത്. അവിടെ കുറേ ഞങ്ങളിങ്ങനെ നോക്കി വന്നപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ കിട്ടി. ആ മെറ്റീരിയൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മോഡൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് പ്രിയ ചേച്ചിയെ വിളിച്ച് ചോദിച്ചപ്പോൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ മെറ്റീരിയലൊക്കെ ഞങ്ങൾ എടുത്തിട്ട്
നേരെ പോയത് ഇതിനൊക്കെ മാച്ച് ഇയറിങ്സ് ഒക്കെ പർച്ചേസ് ചെയ്യാനാണ്. കാരണം ഇനി ഒരു ഡേ ഇറങ്ങുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഒരു മാസം ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട 2 കടകൾ തപ്പിയാണ് പോയത്. മഹാബലിയുടെ ഓപ്പോസിറ്റുള്ളൊരു ഇയറിംഗ് ഷോപ്പ് ക്ലോസ് ചെയ്തു. പിന്നെ ന്യൂ കൈരളി പോയി ആവശ്യത്തിനുള്ള ഇയറിങ്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ട് അടുത്തൊരു ഷോപ്പിൽ കയറി എനിക്ക് ഈ പല കളറ് പൊട്ട് ചെറിയ സൈസിൻ്റെ പർച്ചേസ് ചെയ്യാനായിരുന്നു. അങ്ങനെ അതിൻ്റെ ബ്ലാക്ക് കളറും ഒക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സൈഡിലായിട്ടോ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് പോയി ജോയിലറും എടുത്തിട്ട് നേരെ ഞങ്ങൾ പോയത് ചായക്കാരിയിലേക്കാണ്. ചായക്കാരിയിൽ പോയി ഫിൽറ്റർ കോഫി കുടിക്കണമെന്ന് കുറേ ദിവസമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് ഇറങ്ങുന്നതുകൊണ്ട് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു. ശരിക്കും ഞങ്ങൾ ഭയങ്കര ടയേർഡാണ് കേട്ടോ. അത്രയ്ക്ക് ഷോപ്പ് ചെയ്ത് ഞങ്ങൾ തളർന്നു. ഏകദേശം 8-8:30 ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ഫിൽറ്റർ കോഫിയും കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബട്ടർ ഗീ പൊടി ഇഡലി ഓർഡർ ചെയ്തു. അതും കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഫിൽറ്റർ കോഫി ശരിക്കും പറഞ്ഞാൽ ഇനിയും കുടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് അമ്മ വിളിക്കുന്നുണ്ടായിരുന്നു, വാവ ഭയങ്കര പിണക്കാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോയി. വീടെത്തിയപ്പോൾ ഏകദേശം 9 മണി കഴിഞ്ഞിട്ടോ. അമ്മയുടെ വായിരിക്കുന്ന വൃത്തിയൊക്കെ ഇട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തൊക്കെയാണ് ഷോപ്പ് ചെയ്തെന്നുള്ള വ്ലോഗുമായി ഞാൻ ഉടനെ വരുന്നതാണ്. ചാച്ചാ ബൈ ബൈ.